ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നോക്കുന്നത് LDC സിവിൽ എക്സൈസ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ ഇതേപോലുള്ള എക്സാമുകളെ ബന്ധപ്പെട്ട് കുറച്ച് വ്യത്യസ്തമായ ചോദ്യോത്തരങ്ങളാണ്. കുറച്ച് പുതിയ മോഡൽ ചോദ്യോത്തരങ്ങൾ. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ KS എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതാണ്. അപ്പോൾ അതേ മോഡലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത് PSC ബുള്ളറ്റിൽ വന്ന ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ആ മോഡലും കൂടി നമുക്ക് നോക്കിയിരിക്കാം. ആദ്യ ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന ആർട്ടിക്കിളുകൾ, അവ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഇവിടെ രണ്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഒന്നിൽ ആർട്ടിക്കിളും ഒന്നിൽ വിഷയവും. ആർട്ടിക്കിളിൽ 112, 124, 343, 368. വിഷയത്തിൽ സുപ്രീം കോടതി, ഔദ്യോഗിക ഭാഷ, ബജറ്റ്, ഭരണഘടന ഭേദഗതി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് കറക്റ്റായിട്ടുള്ള ഓർഡറിൽ ക്രമപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഉത്തരം ബി ആണ്. അതായത് 112 ബജറ്റാണ്. ആർട്ടിക്കിൾ 112 ബജറ്റ് അവതരിപ്പിക്കുന്നു. പിന്നെ 124 സുപ്രീം കോടതിയാണ്. ആർട്ടിക്കിൾ 124 സുപ്രീം കോടതി. ആർട്ടിക്കിൾ 343 ഔദ്യോഗിക ഭാഷയാണ്. ആർട്ടിക്കിൾ 343 ഔദ്യോഗിക ഭാഷ. ആർട്ടിക്കിൾ 368 ഭരണഘടന ഭേദഗതി. അപ്പോൾ ഈ ഒരു ഓർഡറിൽ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 112 ബജറ്റ്, ആർട്ടിക്കിൾ 124 സുപ്രീം കോടതി, ആർട്ടിക്കിൾ 343 ഔദ്യോഗിക ഭാഷ, ആർട്ടിക്കിൾ 368 ഭരണഘടന ഭേദഗതി. ആദ്യത്തെ എക്സാമിന് ഒരൊറ്റ ആർട്ടിക്കിൾ പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴിങ്ങനെയും ചോദിക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 161 എന്തിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരം. ആർട്ടിക്കിൾ 161 പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയത് 1992 73 ഭേദഗതിയിലൂടെയാണ്. പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ 9ാം ഭാഗത്ത് 11ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ആർട്ടിക്കിൾ 243K ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്നാണ് ചോദ്യം. 1, 2, 3 ശരിയാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയത് 1992 73ാം ഭേദഗതിയിലൂടെയാണ്. പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ 9ാം ഭാഗത്ത് 11ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗത്തിൻ്റെ കാലാവധി 5 വർഷവും ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്തിൻ്റെ കാലാവധി 6 വർഷവുമാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സാധാരണ കാലാവധി 5 വർഷമാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ പരമാവധി അംഗസംഖ്യ സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ 1/3 ആകുന്നു. ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ കാലാവധി 6 വർഷം ആണ്. ഇതിൽ തെറ്റായത് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. തെറ്റിതാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ കാലാവധി 6 വർഷം ആണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ കാലാവധി 6 വർഷമാണ്. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്തത്, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം 164 അനുസരിച്ചാണ്. നിയമസഭയിൽ അംഗമല്ലാത്ത വ്യക്തിയെ മുഖ്യമന്ത്രിയെ നിയമിക്കാൻ വ്യവസ്ഥയില്ല. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ അസംബ്ലിയുടെ മൊത്തം അംഗസംഖ്യയുടെ 15%. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിലാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. 1, 3, 4 ആണ് ശരി. 2 തെറ്റാണ്. 1, 3, 4. ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം 164 അനുസരിച്ചാണ്. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ അസംബ്ലിയുടെ മൊത്തം അംഗസംഖ്യയുടെ 15%. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്
ഗവർണറുടെ മുന്നിലാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന ഭരണഘടനാ ഭേദഗതിയിൽ വിഷയങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? 61 ഭേദഗതി 1988 വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 വയസ്സായി കുറച്ചു. 86 ഭേദഗതി 2002 പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. 44 ഭേദഗതി 1978 സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. 52 ഭേദഗതി 1985 കൂറുമാറ്റ നിരോധന നിയമം. ഇതിൽ ഏതെല്ലാമാണ് ശരിയായത് എന്നാണ് ചോദ്യം. എ, ബി, സി, ഡി എന്നിവ ശരിയാണ്. എയും ബിയും സിയും ഡിയും ശരിയാണ്. പറഞ്ഞിരിക്കുന്ന ഓപ്ഷനെല്ലാം ശരിയാണ്. 61 ഭേദഗതി 1988 വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 വയസ്സാക്കി കുറച്ചു. 86 ഭേദഗതി 2002 പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. 44 ഭേദഗതി 1978 സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. 52 ഭേദഗതി 1985 കൂറുമാറ്റ നിരോധന നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വേതനം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വേതനത്തിന് തുല്യം. സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ വേതനത്തിന് തുല്യം. സംസ്ഥാന ഹൈക്കോടതി ജഡ്ജിയുടെ വേതനത്തിന് തുല്യം. സംസ്ഥാന ഗവർണറുടെ വേതനത്തിന് തുല്യം. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വേതനത്തിന് തുല്യമാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വേതനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വേതനത്തിന് തുല്യമാണ്. അടുത്തത്, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവർ ആരെല്ലാം? മുഖ്യമന്ത്രി, സംസ്ഥാന അസംബ്ലിയുടെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഇത്രയും പേരാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെയും കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളവയാണെങ്കിൽ മറുപടി നൽകേണ്ട സമയപരിധി അവസാനിക്കുന്നത് 48 മണിക്കൂർ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി നൽകേണ്ട സമയപരിധി അവസാനിക്കുന്നത് 48 മണിക്കൂർ കൊണ്ടാണ്. താഴെ പറയുന്നവയിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലാത്തത് ഏതാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല. ദേശീയ പട്ടികജാതി കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ചുവടെ പറയുന്ന ദേശസാൽകൃത ബാങ്കുകൾ അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ബാങ്കുകൾ ഇതെല്ലാമാണ്: ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്. ആസ്ഥാനം ന്യൂഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ. ഇതിനെ കറക്റ്റ് ഓർഡറിൽ മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബാങ്ക് ഓഫ് ഇന്ത്യ, മുംബൈ. ബാങ്ക് ഓഫ് ഇന്ത്യ, മുംബൈ. ഇന്ത്യൻ ബാങ്ക്, ചെന്നൈ. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ന്യൂഡൽഹി. കാനറ ബാങ്ക്, ബാംഗ്ലൂർ. ബാങ്കുകളും അവയുടെ ആസ്ഥാനങ്ങളുമാണ് ബാങ്ക് ഓഫ് ഇന്ത്യ, മുംബൈ. ഇന്ത്യൻ ബാങ്ക്, ചെന്നൈ. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ന്യൂഡൽഹി. കാനറ ബാങ്ക്, ബാംഗ്ലൂർ. ഇതാണ് ശരിയായ രീതിയിൽ ക്രമീകരിക്കുമ്പോൾ കിട്ടുന്നത്. ഒരു കുട്ടി തറനിരപ്പിൽ നിന്നും 30 മീറ്റർ മുകളിലേക്ക് ഒരു ക്രിക്കറ്റ് പന്ത് എറിഞ്ഞുവെങ്കിൽ ഊർജത്തിലുണ്ടാകുന്ന വ്യതിയാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? പന്തിന്റെ സ്ഥിതികോർജം കൂടുന്നു, ഗതികോർജം കുറയുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. പന്തിന്റെ സ്ഥിതികോർജം കൂടുന്നു, ഗതികോർജം കുറയുന്നു. ഒരു കുട്ടി തറനിരപ്പിൽ നിന്നും 30 മീറ്റർ മുകളിലേക്ക് ഒരു ക്രിക്കറ്റ് പന്ത് എറിഞ്ഞുവെങ്കിൽ അതിൻ്റെ ഊർജത്തിലുണ്ടാകുന്ന വ്യതിയാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് പന്തിന്റെ സ്ഥിതികോർജം കൂടുന്നു, ഗതികോർജം കുറയുന്നു. ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? പ്രകാശം അനുപ്രസ്ഥ തരംഗവും ശബ്ദം അനുദൈർഘ്യ തരംഗവുമാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൺല എന്നും
ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബിൾ എന്നും അറിയപ്പെടുന്നു. ചുവന്ന പ്രകാശത്തിൽ പച്ചയിലയുടെ നിറം കറുപ്പായിരിക്കും. വ്യത്യസ്ത മാധ്യമങ്ങളോടുള്ള ശബ്ദത്തിൻ്റെ വേഗത വാതകം ഗ്രേറ്റർ ദാൻ ദ്രാവകം ഗ്രേറ്റർ ദാൻ ഗരം എന്ന ക്രമത്തിലാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 ശരിയാണ്. പ്രകാശം അനുപ്രസ്ഥ തരംഗവും ശബ്ദം അനുദൈർഘ്യ തരംഗവുമാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൺല എന്നും ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബിൾ എന്നും അറിയപ്പെടുന്നു. ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പായിരിക്കും. ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഒരു കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത യഥാർത്ഥവും തലകീഴായതും. ഒരു കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതയാണ് യഥാർത്ഥവും തലകീഴായതും. ചുവടെ തന്നിരിക്കുന്നതിൽ ഒരു കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? വാഹനങ്ങളിൽ റിയർവ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവനയാണ് കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. വാഹനങ്ങളിൽ റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്നു. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കോൺവെക്സ് മിറർ ആണ്. കോൺകേവിനെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് മധ്യഭാഗം ഇടുങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതും നിവർന്നതും വലുതുമായ പ്രതിബിംബം ഹസ്രദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. ചുവടെ പറയുന്ന അളവുകൾ, യൂണിറ്റുകൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. അളവുകൾ ഇതെല്ലാമാണ്: മർദ്ദം, വ്യാപകമർദ്ദം, അന്തരീക്ഷമർദ്ദം, ലെൻസിന്റെ പവർ. യൂണിറ്റുകൾ ഇതെല്ലാമാണ്: ഡയപ്റ്റർ, പാസ്കൽ, ന്യൂട്ടൺ, മില്ലിബാർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മർദ്ദം പാസ്കൽ, വ്യാപകമർദ്ദം ന്യൂട്ടൺ, അന്തരീക്ഷമർദ്ദം മില്ലിബാർ, ലെൻസിന്റെ പവർ ഡയപ്റ്റർ. ഇതാണ് ശരിയായിട്ടുള്ള ജോഡി. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ്, വ്യാപകമർദ്ദത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ് മില്ലിബാർ ആണ്, ലെൻസിന്റെ പവർ ഡയപ്റ്റർ ആണ്. ചുവടെ തന്നിരിക്കുന്ന ഉപകരണങ്ങൾ, അവയുടെ ഉപയോഗം എന്നിവയിൽ തെറ്റായത് ഏത്? റെക്ടിഫയർ AC യെ DC ആക്കി മാറ്റുന്നു. ക്രസ്കോഗ്രാഫ് ചെടികളുടെ വളർച്ച രേഖപ്പെടുത്തുന്നു. ഇൻവെർട്ടർ DC യെ AC ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്നു. ഹൈഗ്രോമീറ്റർ ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇതിൽ തെറ്റായിട്ടുള്ളത് D ആണ്. ഹൈഗ്രോമീറ്റർ ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്നു. അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഇൻവെർട്ടർ DC യെ AC ആക്കി മാറ്റുന്നു. റെക്ടിഫയർ AC യെ DC ആക്കി മാറ്റുന്നു. ക്രസ്കോഗ്രാഫ് ചെടിയുടെ വളർച്ച രേഖപ്പെടുത്തുന്നു. അടുത്തത്, താഴെ പറയുന്നവരിൽ ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ഡങ്കൻ ഹാൽഡൈൻ. ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് ഡങ്കൻ ഹാൽഡൈൻ. ജോൺ ബാർഡിൽ, വില്യം ഷോട്ട്ലി, WH ബ്രൈറ്റൈൻ ഇവരെല്ലാം ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തത്തിന് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളവരാണ്. അടുത്ത്, ചുവടെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഗാമാകിരണം പ്രകാശത്തിന് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നു. വാതകങ്ങളെ അയോണീകരിക്കാനുള്ള ശേഷി കൂടുതലുള്ളത് ആൽഫ കിരണങ്ങൾക്കാണ്. പദാർത്ഥങ്ങളുടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കൂടുതലുള്ളത് ഗാമ കിരണങ്ങൾക്കാണ്. ആൽഫ കണം ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണമാണ്. 1, 2, 3, 4 ശരിയാണ്. ഗാമാകിരണം പ്രകാശത്തിന് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നു. വാതകങ്ങളെ അയോണീകരിക്കാനുള്ള ശേഷി കൂടുതലുള്ളത് ആൽഫ കിരണങ്ങൾക്കാണ്. പദാർത്ഥങ്ങളുടെ തുളച്ചു കയറുന്ന ശേഷി ഏറ്റവും കൂടുതലുള്ളത് ഗാമ കിരണങ്ങൾക്കാണ്. ആൽഫ കണം ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണമാണ്. ചുവടെ പറയുന്ന ഉപകരണങ്ങൾ അവയിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഉപകരണം ഡൈനാമോ, മൈക്രോഫോൺ, ഇലക്ട്രിക് മോട്ടോർ, ബാറ്ററി. ഊർജ്ജ പരിവർത്തനം: യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നു. ശബ്ദോർജ്ജം വൈദ്യോർജ്ജമാക്കുന്നു. വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. രാസോർജ്ജം വൈദ്യുത ഊർജ്ജമായി മാറുന്നു. ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡൈനാമോ യാന്ത്രികോർജ്ജം വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്നു. മൈക്രോഫോൺ ശബ്ദോർജ്ജത്തെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് മോട്ടോർ വൈദ്യുതോർജ്ജത്തെ യാന്ത്രിക ഊർജ്ജമാക്കി മാറ്റുന്നു. ബാറ്ററി രാസോർജ്ജത്തെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്നു. ഡൈനാമോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കുന്നു. മൈക്രോഫോൺ ശബ്ദോർജ്ജത്തെ വൈദ്യുത ഊർജ്ജമാക്കുന്നു.
ഇലക്ട്രിക് മോട്ടോർ വൈദ്യോർജ്ജം യാന്ത്രിക ഊർജ്ജമാക്കി മാറ്റുന്നു. ബാറ്ററി രാസോർജ്ജത്തെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്നു. അടുത്ത് അവഗാഡ്രോ സംഖ്യ എന്നത് ഡാഷ് ആക്കുന്നു. 6.023 ഇൻറ്റു 10⁻23 മോൾ. അവഗാഡ്രോ സംഖ്യ എന്നത് 6.023 ഇൻറ്റു 10⁻23 മോൾ ആണ്. ഫാരൻഹീറ്റിനെ സെൽഷ്യസ് സ്കെയിലാക്കാൻ ഉപയോഗിക്കാവുന്ന ശരിയായ സൂത്രവാക്യം ഏതാണ്? C = F-32 ഇൻറ്റു 5/9. ഫാരൻഹീറ്റിനെ സെൽഷ്യസ് സ്കെയിലാക്കുവാൻ ഉപയോഗിക്കാവുന്ന ശരിയായ സൂത്രവാക്യം C = F-32 ഇൻറ്റു 5/9 ആണ്. ചുവടെ പറയുന്നതിൽ ശരിയായത് ഏതെല്ലാം? ഐസോട്ടോപ്പ് ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ. ഐസോബാർ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ. ഐസോട്ടോൺ തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുള്ള ആറ്റങ്ങൾ. ഐസോമർ ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുള്ള സംയുക്തങ്ങൾ. ABCD എന്നിവ ശരിയാണ്. എയും ബിയും സിയും ഡിയും ശരിയാണ്. ഐസോട്ടോപ്പ് എന്നാൽ ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളാണ്. ഐസോബാർ എന്നാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്. ഐസോട്ടോൺ എന്നാൽ തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുള്ള ആറ്റങ്ങളാണ്. ഐസോമർ എന്നാൽ ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന മൂലകങ്ങളെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നിന്നും കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുക. അലൂമിനിയം, ഓക്സിജൻ, അയൺ, സിലിക്കൺ, കാൽസ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആദ്യം ഓക്സിജൻ ആണ്, പിന്നെ സിലിക്കൺ, പിന്നെ അലൂമിനിയം, പിന്നെ അയൺ, പിന്നെ കാൽസ്യം. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഓക്സിജൻ ആണ്, പിന്നെ സിലിക്കൺ, പിന്നെ അലൂമിനിയം, പിന്നെ അയൺ, പിന്നെ കാൽസ്യം. ചുവടെ പറയുന്നവിടെ രാസനാമങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? അലക്കുകാരം സോഡിയം ബൈകാർബണേറ്റ്. ശരിയല്ലാത്താണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. ജിപ്സം കാൽസ്യം സൾഫേറ്റ് ആണ്. കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരം. ബൈ ഇല്ല, സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്.